Hello my dear plus 1 students, all of you welcome. സെപ്റ്റംബറിൽ നടക്കാൻ പോകുന്ന പബ്ലിക് പരീക്ഷയുടെ അതേ മോഡലിലുള്ള ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ പല ഫിസിക്സ് അസോസിയേഷനുകൾ വഴിയും അധ്യാപകർ വ്യക്തിപരമായും എല്ലാം ധാരാളം 14 ജില്ലകളിൽ നിന്നും തയ്യാറാക്കി കഴിഞ്ഞിരുന്നു. അത് കുറേ എണ്ണം നിങ്ങൾക്ക് ലഭിച്ചിട്ടും ഉണ്ടാകും. അതിൽ 60 മാർക്ക്, പിന്നെ അതിൻ്റെ ഡബിൾ 120 മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അങ്ങനെയാണെങ്കിലും പല ക്വസ്റ്റ്യൻ പേപ്പറുകളും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ സെക്ഷനിലെയും ഡിസ്ട്രിബ്യൂഷൻ വ്യത്യാസം ആണെന്ന് കാണാം. അപ്പോൾ ആർക്കും കൃത്യമായി ഐഡിയ ഇല്ല. സെക്കൻഡ് ഇയർ നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വെച്ചുകൊണ്ടൊക്കെ സെറ്റ് ചെയ്തതാണ്. അവർക്കാണെങ്കിൽ ഓരോ സെക്ഷനിൽ നിന്നും ചോയ്സ് ഇല്ല. മൊത്തം 120 മാർക്ക് എന്നുള്ളതാണ്. എന്നിട്ട് അതിൽ നിന്ന് മാക്സിമം മാർക്ക് 60 എടുക്കുകയായിരുന്നു. അപ്പം നിങ്ങളെ സംബന്ധിച്ച് ഓരോ സെക്ഷനിൽ നിന്നും ചോയ്സ് ഉള്ളത് കൊണ്ട് നമുക്ക് മോഡൽ എക്സാം കഴിയുമ്പോൾ മാത്രമേ അതിൻ്റെ വ്യക്തമായ രൂപം കിട്ടുകയുള്ളൂ. ഏകദേശം ഇങ്ങനെ തന്നെയാണ്. അപ്പം ഈ ക്വസ്റ്റ്യൻ പേപ്പറുകളെല്ലാം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ തയ്യാറാക്കിയ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ പാർട്ട് 1 ആണിത്. ഇതിൻ്റെ ഓരോ സെക്ഷനിലുമുള്ള ചോയ്സിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ പബ്ലിക് എക്സാമിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ കണ്ടേക്കാം. അപ്പം ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് സെക്ഷനിൽ 10 ക്വസ്റ്റ്യൻസ് ആണ്. 10 ക്വസ്റ്റ്യൻസിൽ നിന്ന് 6 എണ്ണം നിങ്ങൾക്ക് കമ്പൽസറി ആണ്. അതായത് ഫസ്റ്റ് പാർട്ടിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന മാക്സിമം മാർക്ക് 6 ആണ്. ഇനി അങ്ങനെ മുന്നോട്ട് ഓരോ സെക്ഷൻ വരുന്നതിനനുസരിച്ച് ഞാൻ പറയാം. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലൈറ്റ് ഇയർ ഈസ് ദ യൂണിറ്റ് ഓഫ് ഡാഷ്. അപ്പോൾ ഈ സെക്ഷനിൽ ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്കാണ്. ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് ഇയർ എന്ന് കേൾക്കുമ്പോൾ ടൈമിൻ്റെ യൂണിറ്റാണ് കരുതും. അല്ല, ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് പ്രകാശവർഷം, യൂണിറ്റ് ഓഫ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ലെങ്ത് എന്ന് എഴുതണം. നമ്മുടെ ഫിസിക്സ് എക്സാമിന് മാത്രമല്ല PSC പരീക്ഷകൾക്കെല്ലാം തന്നെ കാണാറുള്ളൊരു ക്വസ്റ്റ്യനാണ് ഇത്. ഓർത്തിരിക്കുമല്ലോ. നെക്സ്റ്റ്, ദ വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ ഈസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അതിനൊക്കെ ഓപ്ഷൻസും തരും ചിലതിനൊക്കെ. നെക്സ്റ്റ്, the slope of position time graph of uniform motion gives acceleration, velocity, displacement, force. സ്ലോപ്പ്, ഏരിയ, ഇതെല്ലാം ഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ട് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. സ്ലോപ്പ് കാണാനുള്ള എളുപ്പവഴി എന്താണ്? നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിലൊക്കെ പല തവണ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ കുറച്ച് സ്പീഡിൽ പോകും, കാരണം ഇതെല്ലാം ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറയുമ്പം ഗ്രാഫിൻ്റെ പേര്, അത് 2 ക്വാണ്ടിറ്റിയും തമ്മിൽ അങ്ങ് ഡിവൈഡ് ചെയ്യുക. പൊസിഷൻ ബൈ ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. വാട്ട് ഈസ് ഇറ്റ്? വെലോസിറ്റി. അപ്പോൾ അതിൻ്റെ ആൻസർ ഏതാണ്? വെലോസിറ്റി. അപ്പോൾ നിങ്ങൾ അതുപോലെ ഏരിയ ഓഫ് VT ഗ്രാഫ്, ഡിസ്പ്ലേസ്മെൻറ്റ്, അങ്ങനെ അതെല്ലാം പഠിച്ചേക്കണം. നെക്സ്റ്റ്, ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഹാവിങ് യൂണിറ്റ് ബട്ട് നോ ഡയമെൻഷൻ ഈസ് ഡാഷ്. ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് യൂണിറ്റ് ഉണ്ട്, പക്ഷേ ഡയമെൻഷൻ ഇല്ല. ഏതാണ് ആ ക്വാണ്ടിറ്റി? ആംഗിൾ. മറക്കരുത്, ആംഗിളിൻ്റെ ഇക്വേഷൻ എന്താണ്? ആംഗിൾ തീറ്റ ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് അല്ലേ. അപ്പോൾ നമ്മൾ ഡയമെൻഷൻ എഴുതുമ്പം ആർക്കിൻ്റെ ഡയമെൻഷൻ ലെങ്ത് ആണ്, റേഡിയസിൻ്റെതും ലെങ്ത് ആണ്. അപ്പോൾ ഡയമെൻഷൻ ഇല്ല, പക്ഷേ ആംഗിളിൻ്റെ യൂണിറ്റ് എന്താണ്? റേഡിയൻ. അപ്പോൾ ഓർത്തിരിക്കുക, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഹാവിങ് യൂണിറ്റ് ബട്ട് നോ ഡയമെൻഷൻ ഈസ് ആംഗിൾ. അതുപോലെ തന്നെ അവിടെ ചോദിക്കാവുന്ന വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ക്വാണ്ടിറ്റി ഹാവിങ് നോ യൂണിറ്റ് നോ ഡയമെൻഷൻ. യൂണിറ്റും ഇല്ല ഡയമെൻഷനും ഇല്ലാത്ത ക്വാണ്ടിറ്റി ഏതാണ്? സ്ട്രെയിൻ. പല എക്സാമിൻ്റെയും ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ അത് ചോദിച്ചിട്ടുണ്ട്. യൂണിറ്റ് ഇല്ല ഡയമെൻഷനും ഇല്ല. കാരണം സ്ട്രെയിൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ ആണ് അല്ലേ. അതായത് ഇപ്പോൾ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്, ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം, ചേഞ്ച് ഇൻ ഷേപ്പ് ബൈ ഒറിജിനൽ ഷേപ്പ്. മുകളിൽ എന്താണോ ക്വാണ്ടിറ്റി വരുന്നത് അത് തന്നെ ആയിരിക്കും താഴെയും വരുന്നത്. അതുകൊണ്ട് സ്ട്രെയിന് യൂണിറ്റ് ഇല്ല. പ്രോബ്ലം ചെയ്യുമ്പോഴും സ്ട്രെയിൻ കണ്ടുപിടിച്ചിട്ട് യൂണിറ്റ് ആലോചിച്ചിരിക്കേണ്ട കാര്യമില്ല. യൂണിറ്റും ഇല്ല ഡയമെൻഷനും ഇല്ല. ഓക്കെ. നെക്സ്റ്റ്, ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ഡിസ്ക്രൈബ്സ് ദ ഡാഷ്. ഓക്കെ, ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ഡിസ്ക്രൈബ്സ് ഡാഷ്. എന്താണ്? എനർജി, വർക്ക്, ഇനേഷ്യ, മൊമെൻറ്റം. ഫസ്റ്റ് ലോ ഈസ് അബൌട്ട് ഇനേഷ്യ, സെക്കൻഡ് ലോ ഈസ് അബൌട്ട് മൊമെൻറ്റം. സെക്കൻഡ് ലോയിൽ നിന്നാണ് നമ്മൾ ഫോഴ്സ് കണ്ടുപിടിക്കുന്നതും ഒക്കെ. സെക്കൻഡ് ലോ ഫോക്കസ് ഏരിയയിലുണ്ട്, ഫസ്റ്റ് ലോ ഫോക്കസ് ഏരിയയിലില്ല. പക്ഷേ ഫസ്റ്റ് ലോ ഒക്കെ അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ ഇവിടെ ഏതാണ്? ഇനേഷ്യ. നെക്സ്റ്റ്,
റൊട്ടേഷണൽ അനലോഗ് ഓഫ് മാസ് ഈസ് ഡാഷ്. റൊട്ടേഷണൽ അനലോഗ് ഓഫ് മാസ് എന്ന് പറയുന്നത് ലീനിയർ മോഷനിൽ വരുന്നതാണ്. അതിന് തുല്യമായിട്ട് അനലോഗ് എന്ന് പറഞ്ഞാൽ അതിന് തുല്യമായിട്ട് റൊട്ടേഷണൽ മോഷനിൽ വരുന്നത് എന്താണ്? റൊട്ടേഷണൽ ഇനേഷ്യ അല്ലെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ. റൊട്ടേഷണൽ ഇനേഷ്യ അല്ലെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ. ഇനി അതിൽ മൊമെന്റ് ഓഫ് ഇനേഷ്യയുടെ ഡെഫിനിഷൻ പലപ്പോഴും ചോദിച്ച് കണ്ടിട്ടുണ്ട്. എന്താണത്? I=mr². I മൊമെന്റ് ഓഫ് ഇനേഷ്യ അല്ലെങ്കിൽ റൊട്ടേഷണൽ ഇനേഷ്യ ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആൻഡ് ദി പാർട്ടിക്കിൾ. അതല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ ടെൻഡൻസി ടു റെസിസ്റ്റ് ചേഞ്ച് ഇൻ യൂണിഫോം റൊട്ടേഷണൽ മോഷൻ. അപ്പോൾ റൊട്ടേഷണൽ അനലോഗ് ഓഫ് മാസ് ഈസ് റൊട്ടേഷണൽ ഇനേഷ്യ അല്ലെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ. അതിനോട് ചേർത്ത് പഠിക്കേണ്ട ഒരെണ്ണമാണ് റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ് ഈസ് ഡാഷ്. എന്താണത്? ടോർക്ക്. ഫോഴ്സ് ലീനിയർ മോഷനിൽ അതിന് തുല്യമായിട്ട് റൊട്ടേഷണൽ മോഷനിൽ വരുന്നതാണ് ടോർക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് എ യൂണിറ്റ് വെക്റ്റർ ഈസ് ഡാഷ്. What is unit vector? A vector with magnitude 1 is unit vector. അപ്പോൾ ഒരു യൂണിറ്റ് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1 ആണ്. യൂണിറ്റ് വെക്ടർ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? ക്യാപ്പ് കൊടുത്തുകൊണ്ട്, അല്ലേ? അപ്പം എ ക്യാപ്പ്, ബി ക്യാപ്പ്, സി ക്യാപ്പ്, അതുപോലെ ഓർത്തോഗണൽ, ഓർത്തോനോർമൽ യൂണിറ്റ് വെക്ടേഴ്സ് ഐ ക്യാപ്പ്, ജെ ക്യാപ്പ്, കെ ക്യാപ്പ്, അതിൻ്റെ എല്ലാം മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? 1 ആണ്. അങ്ങനെയാണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ നൾ വെക്ടർ ഓർ സീറോ വെക്ടർ ഈസ് 0. അതൊക്കെ അതിനോട് ചേർത്ത് പഠിക്കേണ്ട കാര്യങ്ങളാണ്. നെക്സ്റ്റ്, ദ ഷേപ്പ് ഓഫ് എ പാത്ത് ഓഫ് എ പ്രൊജക്ടൈൽ ഈസ്. പ്രൊജക്ടൈലിൻ്റെ പാത്തിൻ്റെ ഷേപ്പാണ് ഇവിടെ ചോദിച്ചത്. പരാബോള, അല്ലേ? പാത്ത് ഷേപ്പാണ് ചോദിച്ചത്, അതുകൊണ്ട് പരാബോള. പാത്ത് നെയിമാണ് ചോദിച്ചതെങ്കിൽ എന്തെഴുതണം? ട്രജക്ടറി. പാത്തിൻ്റെ പേര് ട്രജക്ടറി, പാത്തിൻ്റെ ഷേപ്പ് പരാബോള. നെക്സ്റ്റ്, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഈസ് ദ കൺസർവേഷൻ ഓഫ് ഡാഷ്. തെർമോഡൈനാമിക്സിലെ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് കൺസർവേഷൻ ഓഫ് എനർജിയാണ്. കൺസർവേഷൻ ഓഫ് എനർജി എന്താണ്? ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. സ്റ്റേറ്റ്മെൻറ്റും ചോദിക്കാറുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചാൽ ഇക്വേഷൻ എഴുതുക, അതിൻ്റെ ഡെഫിനിഷൻ എഴുതുക. ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് എനർജിയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെക്ഷനിൽ 9 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിൽ മൊത്തം 10 ക്വസ്റ്റ്യനാണ് പറഞ്ഞത്. അപ്പം 1 മാർക്കിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻ, അത് കഴിഞ്ഞ് 2 മാർക്കിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻ, അങ്ങനെയല്ല, ഞാൻ ഷഫിൾ ചെയ്താണ് ചെയ്യുന്നത്. ഇനി 1 മാർക്ക് ഒരു പ്രോബ്ലം ആണ്, അത് വേറൊരു പാർട്ടിലാണ്. ഓക്കെ, ഇനി നമുക്ക് 2 മാർക്കിൻ്റെ സെക്ഷനിലോട്ട് കിടക്കാം. അടുത്ത സെക്ഷൻ, അവിടെ നിങ്ങൾ ഈ സെക്ഷനിൽ നിന്ന് കമ്പൽസറി ആയിട്ടും എഴുതേണ്ടത് 7 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം 7 × 14 മാർക്കാണ് ആ സെക്ഷനിൽ നിന്ന്. മൊത്തം 15 ക്വസ്റ്റ്യൻസ് അവിടെ തരുന്നുണ്ട്. അതിനകത്ത് നിന്ന് 7 എണ്ണം നിങ്ങൾക്ക് കമ്പൽസറി ആണ്. അപ്പം 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വായിക്കാം. ഡിഫൈൻ യൂണിഫോം ആക്സലറേഷൻ. അപ്പോൾ 9 കഴിഞ്ഞ് 10 ആണെന്ന് കരുതരുത്, എൻ്റെ ഇടയിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. ഇവിടെ 11 ഇവിടെ ഒരെണ്ണം 10 എഴുതിയിട്ടില്ല. അപ്പോൾ 9 കഴിഞ്ഞ് പിന്നെ അടുത്ത സെക്ഷനിൽ ഫസ്റ്റ് ക്വസ്റ്റ്യനാണ് 11 എന്ന് പറഞ്ഞത്. യൂണിഫോം ആക്സലറേഷൻ പലതവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ആക്സലറേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി. അതും ചോദിക്കാം. ഡിഫൈൻ ആക്സലറേഷൻ, അപ്പം അത് എഴുതണം. ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി A = dv/dt. ഇവിടെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിഫൈൻ യൂണിഫോം ആക്സലറേഷൻ ആണ്. വെലോസിറ്റിയിൽ ചേഞ്ച് ഉണ്ടാവുകയും ആ ചേഞ്ച് യൂണിഫോം ആവുകയും ചെയ്താൽ അതിനെ പറയുന്നതാണ് യൂണിഫോം ആക്സലറേഷൻ എന്ന്. സപ്പോസ് ഇപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് ടേമിന് ഫിസിക്സിന് കിട്ടിയ മാർക്ക് 20 ആണെന്ന് കരുതുക. സെക്കൻഡ് ടേമിന് കിട്ടിയ മാർക്ക് 40. ആനുവൽ എക്സാം ആയപ്പോഴേക്കും അത് 60 ആയി. ഇപ്പം ഇവിടുത്തെ ചേഞ്ച് എത്രയാണ്? 40 - 20 20. ഇവിടെയോ 60 - 40 20. ചേഞ്ച് ഉണ്ട് താനും, എന്നാൽ ആ ചേഞ്ച് യൂണിഫോമാണ്, കോൺസ്റ്റൻറ്റുമാണ്, അല്ലേ? അങ്ങനെയുള്ളതിനെ പറയുന്നതാണ് ഇവിടെ ഇതുപോലെ. ഇപ്പം ചേഞ്ച് 20 ആണ്, ഇവിടെയും 20 ആണ്. ചേഞ്ച് അവിടെ യൂണിഫോം ആണ്. അപ്പോൾ വെലോസിറ്റിയിൽ ചേഞ്ച് ഉണ്ടാവുകയും ആ ചേഞ്ച് യൂണിഫോം ആവുകയും കോൺസ്റ്റൻ്റ് ആവുകയും ചെയ്താൽ അതിനെ പറയുന്നതാണ് യൂണിഫോം ആക്സലറേഷൻ. എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? If the velocity changes by equal amounts in equal intervals of time,
which is known as uniform acceleration. നിങ്ങൾ പഠിച്ചിട്ടുള്ള ഡെഫിനിഷൻ കറക്റ്റായിട്ട് എഴുതുക. ഞാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത ഡെഫിനിഷനാണ് നിങ്ങളോട് പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് അതിൻ്റെ ബി പാർട്ട്. അപ്പോൾ അവിടെ ഇത് 1 മാർക്കാണ്. What is the acceleration of a body moving with uniform velocity? യൂണിഫോം വെലോസിറ്റി അല്ലെങ്കിൽ കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ ആക്സിലറേഷൻ എത്രയാണ് എന്നുള്ളതാണ്. വാട്ട് ഈസ് ആക്സിലറേഷൻ? റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി. വെലോസിറ്റിയിൽ ചേഞ്ച് ഉണ്ടാവുകയും ആ ചേഞ്ചിൻ്റെ മെഷർമെൻറ്റിനെയാണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ യൂണിഫോം വെലോസിറ്റി ആണ് എങ്കിൽ, യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അതവിടെ ഒരു ക്ലൂ ആണ്. അതുപോലെ പ്രോബ്ലത്തിലൊക്കെ അങ്ങനെ ഒരു വേർഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ക്ലൂ ആണ്. യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഉടനെ എഴുതിയേക്കണം ആക്സിലറേഷൻ 0. പിന്നെ അവിടെ ആക്സിലറേഷൻ ഇല്ല എന്ന്. ചേഞ്ച് ഉണ്ടാവുകയും ചേഞ്ച് യൂണിഫോം ആവുകയും ചെയ്യുമ്പോൾ യൂണിഫോം ആക്സിലറേഷൻ. പക്ഷേ യൂണിഫോം വെലോസിറ്റി ആണെങ്കിൽ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, വെലോസിറ്റിയിൽ ചേഞ്ച് ഇല്ലാത്തത് യൂണിഫോം വെലോസിറ്റി, അവിടെ ആക്സിലറേഷൻ 0 ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ആക്സിലറേഷൻ 0. ഓക്കെ, 2 മാർക്ക്. നെക്സ്റ്റ് 12th ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ലീനിയർ മൊമെൻറ്റം? വാട്ട് ഈസ് ലീനിയർ മൊമെൻറ്റം? ലീനിയർ മൊമെൻറ്റം എന്താണ്? ഈസ് ഇറ്റ് എ വെക്ടർ ഓർ സ്കാലർ? ഇതൊരു വെക്ടറാണോ സ്കാലറാണോ? ലീനിയർ മൊമെൻറ്റം അല്ലെങ്കിൽ സിംപിളി മൊമെൻറ്റം എന്ന് കേട്ടിട്ടുണ്ടാകും. ലീനിയർ മോഷനിൽ വരുന്ന മൊമെൻറ്റമാണ് മൊമെൻറ്റം. അതായത് മൂവ് ചെയ്യുന്ന ഒബ്ജക്ട്സിന് മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാനുള്ള ഒരു എബിലിറ്റിയാണ്. അപ്പോൾ ഒരു ഡെഫിനിഷനൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല. മൂവിങ് ബോഡീസ് ഹാവ് ആൻ എബിലിറ്റി ടു ഹേർട്ട് അനദർ ബോഡീസ്. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾ ഇത്ര എഴുതിയാൽ മതി. ലീനിയർ മൊമെൻറ്റം P = mv. P ലീനിയർ മൊമെൻറ്റം, ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി എന്നെഴുതുക. ലീനിയർ മൊമെൻറ്റം P = mv, പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി. അല്ലെങ്കിൽ ഇതിങ്ങനെയും ചോദിക്കാം, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഡിപ്പെൻഡിങ് ലീനിയർ മൊമെൻറ്റം? ലീനിയർ മൊമെൻറ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന്. ഏതൊക്കെയാണ് ഫാക്ടേഴ്സ്? മാസ് ആൻഡ് വെലോസിറ്റി. സ്പീഡ് കൂടുന്ന ഒബ്ജക്ട്സിന് മൊമെൻറ്റം കൂടുതലായിരിക്കും. വണ്ടി സ്പീഡിൽ പോവുകയാണെങ്കിലല്ലേ ആക്സിഡൻസ് കൂടുതലുണ്ടാവുക, അല്ലേ? മാസ് കൂടുന്നതിനനുസരിച്ച് കാർ ഇടിക്കുമ്പോഴാണോ ടിപ്പർ ഇടിക്കുമ്പോഴാണോ ആക്സിഡൻസ് കൂടുതലുണ്ടാവുക? ടിപ്പർ ഇടിക്കുമ്പോൾ എന്താണ്? മാസ് കൂടുതൽ. അപ്പോൾ ലീനിയർ മൊമെൻറ്റം എന്ന് പറയുന്നത് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു? മാസിനെയും വെലോസിറ്റിയും ഡിപ്പെൻഡ് ചെയ്യുന്നു. വാട്ട് ഈസ് ലീനിയർ മൊമെൻറ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി. P = mv. ഇക്വേഷൻ ഇത്. ഈസ് ഇറ്റ് എ വെക്ടർ ഓർ സ്കാലർ? ഇത് വെക്ടറാണോ സ്കാലറാണോ എന്നുള്ളത്. മാസ് സ്കാലറാണ് അല്ലേ, വെലോസിറ്റി വെക്ടറാണ്. അതുകൊണ്ട് തന്നെ ലീനിയർ മൊമെൻറ്റം വെക്ടർ ക്വാണ്ടിറ്റി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിഫൈൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ അല്ലെങ്കിൽ SHM. ഓസിലേഷൻസിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്ട് ചോദിക്കുന്ന ഉറപ്പുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഡെഫിനിഷൻ. അതായത് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ഓപ്പോസിറ്റ് ടു ഇറ്റ്. ഒന്നുകിൽ ആ ഡെഫിനിഷൻ പറയാം, അതായത് F പ്രൊപ്പോർഷണൽ ടു -x അല്ലെങ്കിൽ F = -kx അങ്ങനെ പറയാം. അതല്ലെങ്കിൽ ആക്സലറേഷൻ്റെ ടൈമിൽ പറയാം, ആക്സലറേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ഓപ്പോസിറ്റ് ടു ഇറ്റ്. അതായത് A = -ω² x അല്ലെങ്കിൽ A = -ω² y. അത് പറയാം. x അല്ലെങ്കിൽ y ഡിസ്പ്ലേസ്മെൻ്റ് ആണല്ലോ. ഇനി അതെങ്കിൽ x of t = a cos ωt + phi, y of t a sin ωt + phi. ഇതിൽ ഏതെങ്കിലും വരണം. ഇനി x = a cos ωt, y = a sin ωt എന്ന് പറഞ്ഞാലും മതി, ഫൈ ഇല്ലാതെ പറഞ്ഞാലും മതി. ഇങ്ങനെ ഈ ഇക്വേഷൻസ് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്ന മോഷൻസിനെയാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ കറക്റ്റായിട്ട് എഴുതിയ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഡെഫിനിഷനായി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ് ന്യൂട്ടൺസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ഇതൊന്നും സാധാരണ ഗ്രാവിറ്റേഷൻ ചോദിക്കുന്നതല്ല, പക്ഷെ ഇത്തവണ ഇതിനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, 9th പഠിച്ചിട്ടുള്ളതാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക. എവറി ബോഡി ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട്സ് എവറി അതർ ബോഡി വിത്ത് എ ഫോഴ്സ് വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ദെയർ മാസസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മാസസ്. അതിന് സ്റ്റേറ്റ്മെൻറ്റ് നന്നായിട്ട് എഴുതാൻ പറ്റുന്നവർ അങ്ങനെ തന്നെ എഴുതുക. അത് എഴുതിയിട്ട് ഇക്വേഷനും കൂടെ എഴുതിയേക്കുക. F = gm1m2/r². ഇനി ഈ സ്റ്റേറ്റ്മെൻറ്റ് അറിയാത്തവർ ഇക്വേഷൻ എഴുതി വെക്കണം, കമ്പൽസറി ആണ്. F = gm1m2 എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ഓഫ് മാസസ് ഡിവൈഡഡ് ബൈ r² അല്ലെങ്കിൽ d² എന്ന് പറഞ്ഞാൽ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കൂ.
ബൾക്ക് മോഡുലസ് ഓഫ് വാട്ടർ ഈസ് 2 × 10⁹ N/m². ഫൈൻഡ് ഇറ്റ്സ് കംപ്രസിബിലിറ്റി. ഇതെല്ലാം തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്, അപ്പോൾ അതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ബൾക്ക് മോഡുലസ് തന്നിട്ടുണ്ട് കംപ്രസിബിലിറ്റി കാണാനായിട്ട്. ബൾക്ക് മോഡുലസും കംപ്രസിബിലിറ്റി തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ഒന്നിൻ്റെ റെസിപ്രോക്കലാണ്. അപ്പോൾ B = 1/K, K = 1/B ആണ് കേട്ടോ. അതൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടും ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ ഇവിടെ K = തന്നിട്ടുള്ള ഇതല്ലേ ഇതിൻ്റെ റെസിപ്രോക്കൽ 1/2 × 10⁹. ഇനി അതിന് ഉടനെ കാൽക്കുലേറ്റർ ഒന്നും എടുക്കണ്ട. ഇവിടെ എന്താണ് 1/2 എന്ന് പറഞ്ഞാൽ അര എന്ന് പറഞ്ഞാൽ 0.5. മിക്കവാറും ഇങ്ങനെ പ്രോബ്ലത്തിലൊക്കെ തന്നെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമുള്ള വാല്യൂസ് മാത്രമേ തരുള്ളൂ. അപ്പോൾ 0.5 × ഈ 9 മുകളിലേക്ക് പോകുമ്പോൾ 10⁻⁹. യൂണിറ്റ് തിരിച്ചിടണം. N/m²ന് m²/N എന്ന് എഴുതുക. എന്നിട്ട് റെസിപ്രോക്കൽ അല്ലേ, അത്രയേ ഉള്ളൂ അത്. നെക്സ്റ്റ്, ഡിഫൈൻ ഐസോതെർമൽ പ്രോസസ് ആൻഡ് അഡിയബാറ്റിക് പ്രോസസ്. എന്താണ് ഐസോതെർമൽ പ്രോസസ് എന്ന് പറഞ്ഞാൽ? പ്രോസസ് ഇൻ വിച്ച് ടെമ്പറേച്ചർ റിമൈൻസ് കോൺസ്റ്റൻറ്റ്. അതവിടെ നമ്മൾ പ്രോസസ്സുകൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടല്ലോ. ഐസോകോറിക് പ്രോസസ്, ഐസോതെർമൽ, അഡിയബാറ്റിക്, പിന്നെ എന്തായിരുന്നു വേറെ ഒരെണ്ണം പഠിച്ചിട്ടുണ്ടല്ലോ, പെട്ടെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഐസോബാറിക് പ്രോസസ്സ്, പ്രഷർ കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്നതാണ് ഐസോബാറിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. അത് നാലും അതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് പഠിക്കുക. അപ്പോൾ ഇവിടെ അഡിയബാറ്റിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എ പ്രോസസ് ഇൻ വിച്ച് ദർ ഈസ് നോ ഹീറ്റ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ സിസ്റ്റംസ് ആൻഡ് സറൗണ്ടിങ്സ്, അങ്ങനെ ഡെഫിനിഷൻ പറയാം. അതല്ലെങ്കിൽ ദർ ഈസ് നോ അബ്സോർപ്ഷൻ ഓർ റിമൂവൽ, റിലീസിങ് ഓഫ് ഹീറ്റ് ടു ദി സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ്. സറൗണ്ടിങ്സും സിസ്റ്റവും തമ്മിൽ ഹീറ്റ് യാതൊരു എക്സ്ചേഞ്ചും നടക്കാത്ത പ്രോസസ്സിനെ പറയുന്നതാണ് അഡിയബാറ്റിക് പ്രോസസ്സ് എന്ന്. അപ്പോൾ രണ്ടിൻ്റെയും ഡെഫിനിഷനൊക്കെ പഠിച്ചു വെച്ചിരിക്കുക. ബാക്കി അതിൻ്റെ കൂടെയുള്ള ഐസോബാറിക് പ്രോസസ്സ്, ഐസോകോറിക് എല്ലാത്തിൻ്റെയും ഡെഫിനിഷൻ പഠിച്ചേക്കുക. ബാക്കി 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് അടുത്ത പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. നിങ്ങൾ നന്നായിട്ട് പഠിച്ചോളൂ. താങ്ക്